ഹലോ എവരിവൺ, എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഫോട്ടോസോ വീഡിയോസോ കൊടുക്കാം. ഞാൻ ഗ്ലൂട്ടാത്തയോണോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്. സോ എനിക്കതൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് നല്ല പേടിയേനും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന്. ഞാൻ എൻ്റെ സ്കിൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അല്ല, ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്, റിസൾട്ട് കിട്ടാൻ ടൈം എടുക്കും. പക്ഷേ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും. സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് നല്ലൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പറ്റും. അപ്പോൾ ഇനിയും ലാഗ് ആക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും സജഷൻസോ അതോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ ഡെഫിനറ്റ്ലി റിപ്ലൈ തരുന്നതാണ്. ടിപ്പ് നമ്പർ 1, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ലവ്. നമ്മളെ സ്കിന്നിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മളെ ബോഡിയും സ്കിന്നും ഒക്കെ നമ്മൾ അറിയാണ്ട് മാറാൻ തുടങ്ങും. ശരിയാണ്, ഇൻസെക്യൂരിറ്റീസ് എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ സ്കിന്നിൽ അത് കാണാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആകെ മെലിഞ്ഞല്ലോ, കറുത്ത് കരിവാളിച്ചല്ലോ, എന്തോ പോലെ ആയല്ലോ, മുഖത്ത് ഫുള്ള് ടാറിട്ട പോലെ ആണല്ലോ എന്നൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട്. ആ ഒരു അലവലാതെ ടീംസിനെ കൂട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മൾ കോൺഫിഡൻ്റ് ആയി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗ്ലോ ഉണ്ട്. അത് നമ്മൾ എത്ര വൈറ്റനിങ് ക്രീം യൂസ് ചെയ്താലും എന്ത് ക്രീം യൂസ് ചെയ്താലും അത് നമുക്ക് തരാൻ പറ്റില്ല. ടിപ്പ് നമ്പർ 2, സ്കിന്ന് ഡ്രൈ ആവാണ്ട് നോക്കുക. അത് നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ട് വെക്കണം. നമ്മളെ ബോഡിയും സ്കിന്നും ഹെൽത്തും എല്ലാത്തിനും വേണ്ടി ഒന്നാണ് ഹൈഡ്രേഷൻ. അത് വെള്ളം കുടിക്കുന്നതിലൂടെയും കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണം. പണ്ടൊക്കെ വിചാരിച്ചിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ ഫേസ് ഭയങ്കര ഡാർക്ക് ആവും, ഡള്ളാവും, പിമ്പിൾസ് വരും എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അത് കുറേ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫേസ് ഡള്ളായ പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്, ഡ്രൈനസ് ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫേസിന് മാത്രമല്ല ബോഡിക്കും മോയ്സ്ചറൈസർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്സ് ആണ് സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകുന്നത്. അത് നിങ്ങളെ സ്കിന്നിനെ നന്നായിട്ട് ഡൾ ആൻഡ് ഡാർക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊരു സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അതുപോലെ പിമ്പിൾസ് ഉള്ള ആൾക്കാർക്ക് പൊതുവേ ഉള്ളൊരു ധാരണയാണ് പിമ്പിൾസ് ഉള്ളപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യില്ലെന്ന്, സ്കിൻ ഡ്രൈ ആയിട്ട് വെക്കണമെന്ന്, അപ്പോൾ പിമ്പിൾസ് പോകുന്നത്. ആക്ച്വലി അപ്പോൾ നിങ്ങളെ പിമ്പിൾസ് കൂടുതൽ ഉണ്ടാവാനാണ് ചാൻസ്. ടിപ്പ് നമ്പർ 3, പപ്പായ ഫേസ് പാക്ക് യൂസ് ചെയ്യുക. അതുപോലെ പപ്പായ കൂടുതലായിട്ട് കഴിക്കുക. പപ്പായ ഫേസിൽ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതായത് ചെവിയുടെ ബേക്കിലും ഫേസിൽ എവിടെയെങ്കിലോ ഒന്നും ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മാക്സിമം വെക്കുക. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പിമ്പിൾസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ചൊറിച്ചിലോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പപ്പായയിൽ വൈറ്റമിൻ സി, എ അതുപോലെ ആൻറ്റി ഓക്സിഡൻസും എൻസൈംസ് ആയിട്ടുള്ള പപ്പയിനൊക്കെ ഉണ്ട്. ഇത് ഫേസിനെ ബ്രൈറ്റൻ ചെയ്യാനും സോഫ്റ്റ് ആക്കാനും അതുപോലെ ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും ഡ്രൈനസ് റിമൂവ് ചെയ്യാനും കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടിപ്പ് നമ്പർ 4, ബീറ്റ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഫോർ എക്സാമ്പിൾ മത്തങ്ങ, ചീര, ബീട്രൂട്ട് ഒക്കെ കഴിക്കുക. അതുപോലെ ഫിഷിൽ നോക്കുകയാണെങ്കിൽ മത്തി, നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല, നമ്മളിവിടെ മത്തിന്നും ചാള എന്നൊക്കെയാണ് പറയുക. ഏതായാലും അതിൽ ഒമേഗ 3 ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അത് നമ്മളെ സ്കിന്നിൻ്റെ ഗ്ലോക്കും ആക്നെ കുറയ്ക്കാനും ഡ്രൈനസ് മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ടാബ്ലറ്റ് പോലെ കഴിക്കാനാണെങ്കിൽ ഒമേഗ 3 ടാബ്ലറ്റും മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ അത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഇടാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അത് യൂസ് ചെയ്തിട്ട് വീഡിയോ ഇടാം. പിന്നെ ഫ്ലാക്സ് സീഡോ അല്ലെങ്കിൽ ചിയ സീഡോ നല്ലതാണ്. അതൊരു സ്പൂണ് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കുടിക്കാം. ഇത് ഭയങ്കര നല്ലതാണ്. ഞാൻ ഇനിയും ഫുഡിൻ്റെ പറഞ്ഞാൽ വീഡിയോ ഭയങ്കര ലാഗായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. ടിപ്പ് നമ്പർ 5, സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് പല പ്രൊഡക്ട്സും കാണിക്കും. അത് അവർ വിശ്വസിച്ച് പോയി തേക്കാതിരിക്കുക. പെയ്ഡ് പ്രൊമോഷനിലൂടെ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും 1 വീക്കൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം സത്യം ഉണ്ടാവുന്നത്. ഒരാഴ്ച കൊണ്ട് ആർക്കും റിസൾട്ട് ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് സ്റ്റിറോയിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്രീമോ അല്ലെങ്കിൽ സിറംസ് ഒക്കെ ആയിരിക്കും. പിന്നെ F-Tune ക്രീമിനെ കുറിച്ച് ആൾക്കാർ കുറേ നല്ല റിവ്യൂസ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. കൂടുതലും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട് അത് യൂസ് ചെയ്തപ്പോൾ ആളുടെ ഫേസ് ഫുള്ള് ഡാമേജ് ആയി. വിത്തിൻ 1 വീക്ക് കൊണ്ട് തന്നെ ഫുള്ള് പിമ്പിൾസ് വന്നിട്ട് എന്നിട്ടും നിർത്തിയില്ല. അതുകൊണ്ട് തന്നെ ഫുള്ള് സീനായി. ലാസ്റ്റ് നിർത്തിയപ്പോഴാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലായിട്ടാണ് ഡാമേജ് വന്നിട്ടുള്ളത്. ടിപ്പ് നമ്പർ 6, മെഡിസിൻസ് കൂടുതൽ കഴിക്കാണ്ടിരിക്കുക. ഹെൽത്തിനായാലും ഒക്കെ നല്ല സീൻ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യും. ആ ഒരു സമയത്ത് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. സോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുക്കണം. കാരണം അത്രത്തോളം നമ്മളെ ബോഡിയൊക്കെ
ഡാമേജ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത്. ബോഡി മാത്രമല്ല സ്കിന്നും. ടിപ്പ് നമ്പർ 7, നിങ്ങൾ കുറച്ച് വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫേസിന് നല്ല ചേഞ്ച് ഉണ്ടാവും, ഫേസിൻ്റെ ഷേപ്പ് മാറും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും. അതുപോലെ നിങ്ങൾ മെലിഞ്ഞ ആളാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുക, അതും ഇതുപോലെ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആവും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിന് നല്ല ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗ്ലോ അപ്പ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോണസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് സ്യൂട്ട് ആവുന്ന കളറുള്ള ഔട്ട്ഫിറ്റും അതുപോലെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുക. അതായത് ഞാനൊരു റെഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യല്. ഇതെൻ്റെ ഫേസിനെ കുറച്ചുകൂടി ബ്രൈറ്റനായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടുമ്പം അതിൻ്റെ ഫേസിനെ ഭയങ്കര ബ്രൈറ്റൻ ചെയ്യാറുണ്ട്. ചില കളേഴ്സ് ഇടുമ്പം സ്കിൻ നല്ല ഡൽ ആയ പോലെ ഉണ്ടാവാറുണ്ട്. നമ്മളൊരു സലൂണിൽ പോയിട്ട് നിങ്ങൾക്ക് ചേരുന്ന ഒരു ഹെയർ കട്ട് ചെയ്ത് തരാൻ പറയുക. അതുപോലെ തന്നെ നിങ്ങളൊരു ഹെയർ കളർ ചെയ്താൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ബ്ലാക്കും റെഡും ഹെയർ കളർ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കളർ ഇടുമ്പം ഒരു സ്ലൈറ്റ്ലി എൻ്റെ ഫേസ് കുറച്ച് ഡല്ലാവുന്ന മാതിരി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു ഹെയർ കളർ ചൂസ് ചെയ്യുന്നത് നിങ്ങളെ ഫേസിനെ നന്നായിട്ട് ചേഞ്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗ്ലോ അപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസൊക്കെ കുറച്ചുകൂടി ബ്രൈറ്റൻ ചെയ്യണം നാച്ചുറലി എന്നുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്ത പാക്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഈ അടുത്തായിട്ട് ഇടുന്നതാണ്. ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് ലാഗായിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അതെനിക്കറിയാം, ഞാൻ മെൻ്റലിയും ഫിസിക്കലിയും ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ വീഡിയോ റെഗുലർലി ഇടുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പാക്സിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ വീഡിയോ ഇടുന്നതാണ്. ഇനിയും ഞാൻ ഒരുപാട് ലാഗാക്കിപ്പിക്കില്ല. നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാനത് ഇടുന്നതാണ്.